രാഷ്ട്രീയ നീക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പി രാജീവും അതുപോലെ തന്നെ പി വി ശ്രീനിജൻ എം എൽ എയും നടത്തുന്ന രാഷ്ട്രീയ നീക്കം കൂടി നമ്മൾ കാണാതെ പോകരുത്. കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ സാബുവിനെ വേട്ടയാടുന്നു എന്നുള്ളത് സാബു എം ജേക്കബിന്റെ കുറെ കാലങ്ങളായുള്ള ആരോപണമാണ്. അത് തെലങ്കാനയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് അഫയർ അല്ല. 2020 നടത്തുന്ന അല്ലെങ്കിൽ 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന കൊണ്ടുവരികയും അത് ഒരു പഞ്ചായത്ത് ഭരണം പിടിക്കുകയും അങ്ങനെ മറ്റിടങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി വരുമ്പോൾ അതിൽ അസ്വസ്ഥപ്പെടുന്ന ആളുകൾ മറുഭാഗത്തും ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ അസ്വസ്ഥതയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് പി രാജീവിൽ നിന്നും അതുപോലെ പി വി ശ്രീനിജൻ എം എൽ എയിൽ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സാബുവിൻ്റെ മാത്രം കുറ്റം കാണുന്ന ആ രീതിയിലുള്ള സാബുവിൻ്റെ മാത്രം രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കേരളം പ്രതികരിച്ചത് കേരള പി രാജീവും പ്രതികരിച്ചു, പി വി ശ്രീനിജൻ എം എൽ എയും പ്രതികരിച്ചു. ഇന്ന് ശ്രീനിജൻ പറഞ്ഞത് എന്താണ്? 2020 ഭരിക്കുന്ന കിഴക്കമ്പലം അത് ആരുടെയും പിതൃസ്വത്തല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിതൃസ്വത്ത് പരാമർശം നടത്തിയത് സാബു മാത്രമല്ല, അതേ രീതിയിൽ അതേ നാണയത്തിൽ പ്രതികരിക്കുകയാണ് ഒരു എം എൽ എ. സാബു ഒരു എം എൽ എ ഒന്നുമല്ല, അയാളൊരു വ്യവസായിയാണ്. കുറേ കാലങ്ങളായി വ്യവസായം നടത്തുന്നു. അയാളുടെയും അതുപോലെ തന്നെ അയാളുടെ പിതാവിൻ്റെയും സ്വത്താണ് എന്ന് പറയുന്നു. അല്ലാതെ ഞാൻ വേറെ എവിടെ നിന്നും കൊണ്ടുവന്നതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ കേരളം വിടുന്ന കിറ്റെക്സ് എന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായി. അപ്പോൾ സഹികെട്ടാണ് പോകുന്നത് എന്ന് സാബു എം ജേക്കബ് പറയുന്നുണ്ട്. വ്യവസായ സൗഹൃദമല്ല കേരളം എന്ന് ആദ്യമായിട്ട് പറയുന്ന ആളൊന്നുമല്ല സാബു എം ജേക്കബ്.